ഞാൻ ആദ്യം CPM പ്രതിനിധിയിലേക്കാണ്. ശ്രീ VPP മുസ്തഫ, ഈ പ്രോഗ്രസ് കാർഡിൽ പറയുന്ന പല കണക്കുകളും പെരുപ്പിച്ചതും രേഖകളുടെ അടിസ്ഥാനത്തിലല്ലാത്തതുമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്ന ഒരു ആരോപണം. പല കണക്കുകളും വികസനവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടും പല കണക്കുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ കണക്കുകളുടെ ആധികാരികത ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് രേഖകൾ സഹിതം തെളിയിക്കാനാകുമോ? പ്രോഗ്രസ് കാർഡ് തന്നെ ഒരു രേഖയാണല്ലോ. ആ രേഖയിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അങ്ങനെ വ്യക്തമാക്കുന്നത് ആർക്കും എവിടെയും ലഭ്യമാകുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ നാടെന്ന് പറയുന്നത് വിവരാവകാശ നിയമം കൂടിയുള്ള നാടാണല്ലോ. അതുകൊണ്ട് പ്രോഗ്രസ് കാർഡ് പോലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രേഖയിൽ ഏതെങ്കിലും വ്യാജ കണക്കുകൾ വെച്ചാൽ നാളെ വിവരാവകാശ പ്രകാരം അതിൻ്റെ കണക്കുകൾ എടുക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെ വ്യാജ കണക്കാണെങ്കിൽ. അപ്പം നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താ? ആരോപണങ്ങളല്ലാതെ ഇന്നേ വരെ ഈ 9 വർഷമായിട്ട് ഏതെങ്കിലും ആരോപണം വസ്തുതാപരമായി തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. ഇന്നേ വരെ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണം, അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, ഇന്നത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഈ 9 വർഷത്തിനിടയിൽ നിരവധി തവണ കോടതികളെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ അങ്ങനെ രേഖകൾ കൊണ്ടുപോയി കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിച്ചിട്ട് ഇതാ ഞങ്ങൾ പറഞ്ഞ ആരോപണം തെളിയിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അതല്ല, കേന്ദ്ര സർക്കാർ വന്നു അവരുടെ ധാരാളം അന്വേഷണ ഏജൻസികളുമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പുകിലുകൾ ഉണ്ടാക്കി, വാർത്തകൾ ഉണ്ടാക്കി, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഏതെങ്കിലും ഒന്നിൽ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി ഈ സർക്കാരിനെയോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയോ ഒരു ദിവസം പൂട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മന്ത്രിമാരെ ഉൾപ്പെടെ ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദിച്ചതല്ലേ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പ്രോഗ്രസ് റിപ്പോർട്ടും അതിലെ കണക്കുകളും ആധികാരികമാണ്. അതിനെതിരായിട്ട് ഉയർത്തിയ ആരോപണങ്ങൾ ഒന്നുപോലും കേരളത്തിലെ UDF പ്രതിപക്ഷത്തിനോ കേന്ദ്രം ഭരിക്കുന്ന BJP പ്രതിപക്ഷത്തിനോ രാഷ്ട്രീയമായിട്ടോ നിയമവഴിയിലോ അധികാരത്തിന്റെ വഴികളിലോ ഒന്നും ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അത് അവർക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് അല്ല, പ്രതിപക്ഷത്തെ പ്രതിനിധികൾ തന്നെ പറയട്ടെ. എൻ്റെ ചില സംശയങ്ങൾ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹനത്തിനായി പ്രത്യേക മിഷൻ നിലവിലുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ 10 മടങ്ങ് ശക്തിപ്പെടുത്തുമെന്ന് പറയുന്ന 25ാമത്തെ പോയിന്റ് അത് വിശദീകരിക്കുമ്പോൾ പറയുന്നു, സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2019-2021 കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021-2023 കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥാ മൂല്യത്തിൽ 254% വർധന കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം? ആരാണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം? അതൊരു ഏജൻസിയാണ്, നിങ്ങൾ പണം കൊടുത്ത് പറയിപ്പിക്കുന്ന ഏജൻസി. ഇനി താങ്കൾ പറഞ്ഞതുപോലെ വിവരാവകാശ രേഖകളുണ്ടല്ലോ, സഭാരേഖകളുണ്ട്. കാരണം ഈ ചോദ്യം ആരാണ് സ്റ്റാർട്ടപ്പ് ജീനോം എന്നുള്ള ചോദ്യം വന്നപ്പോൾ സ്റ്റാർട്ടപ്പ് ജീനോം എന്താണ് എന്നും സ്റ്റാർട്ടപ്പ് ജീനോമിന് എത്ര നിങ്ങൾ പൈസ കൊടുത്തു എന്നതിൻ്റെ കണക്കും നിങ്ങൾ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീ VPP മുസ്തഫ. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച ചോദ്യമായിരുന്നു. അതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽ സ്റ്റാർട്ടപ്പ് ജീനോമിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. 2021 മുതൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ജീനോമിന് അംഗത്വ ഫീസ് നൽകി വരുന്നു. ഈ ഇനത്തിൽ നൽകിയ തുക ഡോളർ കണക്കാണ് കേട്ടോ. 2021 $13,500, 2022 $4,500, 2023 $10,000, 2024 $10,000. അങ്ങനെ ഡോളറുകൾ കൊടുത്ത് ഈ പറയുന്ന 254% വർധന നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആധികാരികത എന്താണ്? അതിൽ നിന്നും ജനം എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ VPP മുസ്തഫ? കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 2016 ഉണ്ടായിരുന്നത് 300 യൂണിറ്റുകൾ മാത്രമാണ്. ഇന്നത് 6000-ഓളമായിട്ട് എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പുകളിലൂടെ സാധിച്ചിരിക്കുകയാണ്. 22,000-ഓളം കോടി രൂപയുടെ നിക്ഷേപം വന്നിരിക്കുകയാണ്. ഇത് ജിനോമിന്റെ കണക്കല്ല, ഇത് വസ്തുതയാണ്, ആധികാരികമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കണക്കുകൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട്. ജിനോമിന്റെ കണക്ക് നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങൾ പണം കൊടുത്ത് പറയിപ്പിക്കുന്ന ഒരു ഏജൻസി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങൾ ചേർക്കുക?
ജിനോം എന്ന് പറയുന്നത് വെറുതെ ഒരു ഏജൻസി അല്ലല്ലോ, അല്ല, ഒരു റെപ്യൂട്ടഡ് ഏജൻസി ആണല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ പണം കൊടുത്ത് നിങ്ങൾ US ഡോളർ കൊടുത്ത് അത് പൈസ കണക്കിൽ വരുമ്പോൾ 50 ലക്ഷത്തോളം വരും. ഇപ്പോ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ മിക്കവാറും മാധ്യമങ്ങൾ അവരുടെ ഒപ്പീനിയൻ പോൾ ആ സർവേ നടത്താൻ വേണ്ടിയിട്ട് ആരെയാണ് ഏൽപ്പിക്കാറുള്ളത്? ഇതുപോലെ ഏജൻസികളെയല്ലേ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ആ ഏജൻസികൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് ബോധ്യപ്പെടുത്തുന്നത്? ഡോക്ടർ VPP മുസ്തഫ, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രൂപത്തിലൊന്ന് അത് വിശദീകരിക്കാമോ? നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ എന്തിനു പുറത്തു നിന്നൊരു ഏജൻസി, എന്തിനവർക്ക് പണം കൊടുക്കണം? ഒരു സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന ഒരു സാധാരണ ചോദ്യമല്ലേ? സവിശേഷ ബുദ്ധി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കേണ്ടി വരുന്നത്. കാരണം സാമാന്യ ബുദ്ധിക്ക് ബോധ്യമുള്ളൊരു കാര്യം ഈ റിപ്പോർട്ട് ആകെ വായിച്ചാൽ, അതിലെ ഈ ഭാഗങ്ങൾ ആകെ എടുത്ത് വായിച്ചാലും മനസ്സിലാകാവുന്ന ഒന്ന്. കാരണം ഇത് ഒരു പ്രത്യേക തുരുത്തു പോലെ ഇവിടെ താങ്കൾ ഉദ്ധരിച്ച ഒരു ഭാഗം നിൽക്കുകയല്ലോ. അതിന്റെ മുന്നിലും അതിന്റെ പിന്നിലുമെല്ലാം സ്റ്റാർട്ടപ്പുകളെ കുറിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, IT വ്യവസായത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിന്റെ തൊട്ട് മുന്നിലുള്ള പേജുകളിലും തൊട്ട് പുറകിലുള്ള പേജുകളിലും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു പോകല്ലേ ശ്രീ VPP മുസ്തഫ. ഞാൻ ഈ സഭാ രേഖകളിലെ കാര്യങ്ങളാണ് വായിക്കുന്നത്. അത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യവും. എൽദോസ് കുന്നപ്പള്ളി സഭയിൽ ചോദിച്ച ചോദ്യം, സ്റ്റാർട്ടപ്പ് ജിനോം എന്ന അന്താരാഷ്ട്ര സ്ഥാപനം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് സ്റ്റാർട്ടപ്പ് ജിനോം കേരള സ്റ്റാർട്ടപ്പ് മിഷന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്? വ്യക്തമാക്കാമോ? അപ്പോൾ അതിന് മറുപടി മുഖ്യമന്ത്രി നൽകുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽ സ്റ്റാർട്ടപ്പ് ജിനോം എന്ന സ്ഥാപനവുമായി സേവന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് പ്രകാരം താഴെ പറയുന്ന സേവനങ്ങളാണ് ലഭിക്കുന്നത്. GSCR-ൽ, അതായത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട്, നിശ്ചിത കാലയളവിലേക്കുള്ള അംഗത്വം, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക, അണ്ടർലൈൻ, സ്റ്റാർട്ടപ്പ് ജിനോം വെബ്സൈറ്റിൽ പരാമർശം, ആഗോള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം, സർക്കാർ നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനവും അംഗങ്ങൾക്കും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പരിചയപ്പെടുത്താനുള്ള അവസരം. ഇതാണ് അടുത്ത ചോദ്യം. പ്രസ്തുത അന്താരാഷ്ട്ര സ്ഥാപനവുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ MOU ഒപ്പുവെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ? ഉത്തരം ഇല്ല. സ്റ്റാർട്ടപ്പ് ജിനോം എന്ന അന്താരാഷ്ട്ര സ്ഥാപനവുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയ എല്ലാ കരാറുകളുടെയും വ്യവസ്ഥകളുടെയും പകർപ്പ് ലഭ്യമാക്കാമോ? സ്റ്റാർട്ടപ്പ് ജിനോവുമായി ഒപ്പുവെച്ചിട്ടുള്ള സേവന കരാറിന്റെ പകർപ്പ് അനുബന്ധമായി ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കരാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം 254% വളർച്ച എന്ന് പറയുന്നു. ആ വളർച്ച എന്ന് പറയുന്നത് പണം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായി ഉള്ളി തോല് പൊളിക്കുന്ന പോലെ പൊളിഞ്ഞു വന്നാലോ ശ്രീ VPP മുസ്തഫ? ജിനോം പറഞ്ഞ കണക്കല്ല 254% വളർച്ച എന്ന് മാത്രമുള്ളത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ 16-ാം പേജ് താങ്കൾ വായിച്ചതുപോലെ ഞാനും ഒന്ന് വായിക്കാൻ സമയം തരുമെന്ന് കരുതുന്നു. 16-ാം പേജിൽ 18, ക്രമ നമ്പർ 18, അതായത് ഞങ്ങളുടെ പ്രകടന പത്രികയിലെ LDF പ്രകടന പത്രികയിലെ 2021 18-ാമത്തെ വാഗ്ദാനം, സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന നയം, അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് നടപ്പിലാക്കിയ കാര്യം പറയുന്നു. സർക്കാർ 2016-ൽ കേരളത്തിൽ 300 സ്റ്റാർട്ടപ്പുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 6400 ഉയർന്നു. 300-ൽ നിന്ന് 6400-ലേക്കുള്ള വർധനവ് എത്ര ശതമാനമാണ്? അത് ജിനോം കണക്കൂട്ടിയിട്ട് പറയുന്നതാണോ? അതല്ല. ഇവിടെ ആർക്കെങ്കിലും കണക്കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കട്ടിക്കോ. 300-ൽ നിന്ന് 6400-ലേക്കുള്ള വളർച്ച എത്ര ശതമാനമാകും? 64,000 തൊഴിലവസരങ്ങൾ ഇതുവഴി ലഭ്യമാക്കി. 5,983 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഉണ്ടായത്. 2026-ഓടെ ഈ 6000 എന്നുള്ളത് 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ അവകാശവാദങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവകാശവാദങ്ങൾ മാത്രമാണ്. മുസ്തഫ, ഇതിലൊക്കെ തന്നെയും ഈ രേഖകൾ, നിങ്ങൾ ഈ കണക്കുകൾ പറയുമ്പോൾ അതിന് ആനുപാതികമായി ഡേറ്റയുണ്ടോ എന്ന ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ജിനോമിന്റെ കാര്യം തന്നെ അത് ചോദിക്കുമ്പോഴാണല്ലോ അത് നിങ്ങൾക്കതിൽ മറുപടി എങ്ങനെയാണ് വരുന്നത്? അത് വിട്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കണക്കുകളിലേക്ക് താങ്കൾ പെട്ടെന്ന് കടന്നല്ലോ. ആ കണക്കുകൾ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് രേഖ വേണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ക് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പല കാര്യങ്ങളിലായി സംശയങ്ങളുണ്ട്. നമ്മൾ മാത്രമായുള്ള ചർച്ചയല്ലാത്തതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരാം.
Debate with Smriti Parathikkad.